എക്കാലത്തും VIP പരിഗണന. ജയിലിൽ ലഹരി ഉപയോഗിച്ചാലും ജയിൽ വാർഡന്മാരെ തല്ലിച്ചതച്ചാലും ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും സ്വർണ്ണക്കടത്തും കൊട്ടേഷൻ പ്രവർത്തനവും ജയിലിലിരുന്ന് ആസൂത്രണം ചെയ്താലും ഒരു നടപടിയും ഉണ്ടാകില്ല. പരോളിലിറങ്ങി കൊട്ടേഷൻ കൊടുത്താലും ജയിൽ ബുക്കിൽ ബ്ലാക്ക് മാർക്ക് വീഴില്ല. പോലീസ് പ്രതികൂലമായി പ്രൊബേഷൻ റിപ്പോർട്ട് കൊടുത്താലും അതിനെ മറികടക്കാനും ഉണ്ടാകും സംരക്ഷകർ. അങ്ങനെ അമ്മയെ കാണാൻ TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് കിട്ടിയത് 30 ദിവസത്തെ പരോൾ. TP കേസിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ലെന്ന് എക്കാലത്തും CPM ആവർത്തിച്ചു പറയുമ്പോഴും എന്നും ഈ VIP പരിഗണന എന്തുകൊണ്ടാണ് പ്രതികൾക്ക് കിട്ടുന്നത്? ആഭ്യന്തര വകുപ്പ് അറിയാതെ ജയിൽ DGPക്ക് മാത്രമായി ഇങ്ങനെ പരോൾ അനുവദിക്കാനാകുമോ? എന്തും ചെയ്യുമോ കൊടിസുനിക്ക് വേണ്ടി? ചർച്ചയിലേക്ക് സ്വാഗതം. പാനലിസ്റ്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് KK രമ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീമതി KK രമ, ക്ഷമിക്കാൻ കഴിയുന്നതല്ല ഒരു കാലത്തുമെന്ന് വ്യക്തമായിട്ടറിയാം. എങ്കിലും 5 വർഷത്തിന് ശേഷമാണ് ഈ പരോൾ അനുവദിച്ചിരിക്കുന്നത്. അത് മാനുഷികപരമല്ലേ എന്നുള്ളൊരു ചോദ്യം ഉയരും. അതും അമ്മയുടെ അപേക്ഷയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഇടപെട്ട ഒരു സാഹചര്യമായതുകൊണ്ട്. അപർണ, തീർച്ചയായിട്ടും മനുഷ്യാവകാശങ്ങൾ ഏത് കുറ്റവാളിക്കായാലും മനുഷ്യാവകാശങ്ങളുണ്ട്. അതിലൊന്നും നമുക്കാർക്കും തർക്കമില്ല. അമ്മയ്ക്കും തന്റെ മകനെ കാണാൻ ആവശ്യം ഉന്നയിക്കാം, അതിലും വിഷയമില്ല. പക്ഷെ ഇവിടെയുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് കൊടിസുനി എന്ന് പറയുന്ന TP കേസിലെ 3ാമത്തെ പ്രതി. ആ പ്രതി പരോളിൽ ഇറങ്ങി, പ്രതിയല്ല കൊലയാളി, പരോളിൽ ഇറങ്ങി പല പ്രാവശ്യം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് നമുക്കറിയാവുന്നതാണ്. അതിലൊക്കെ കേസും രജിസ്റ്റർ ചെയ്തതാണ്. ഏകദേശം 12ഓളം കേസുകൾ കൊടിസുനിയുടെ പേരിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും അവസാനം പ്രൊഡക്ഷൻ വാറണ്ട് ഉൾപ്പെടെയുള്ള കേസുണ്ട്. ജാമ്യം എടുത്തെങ്കിൽ മാത്രമേ ആ പ്രതിക്ക് ഇനി പുറത്തിറങ്ങാൻ കഴിയൂ എന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ പ്രതിയെ വീണ്ടും, ഈ കൊലയാളിയെ വീണ്ടും പരോളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് സർക്കാർ 30 ദിവസം പരോൾ. ഇവിടെയാണ് വിചിത്രമായ ഒരു കാര്യം ഞാൻ കാണുന്നത്. അസാധാരണമായൊരു നടപടിയായിട്ട് അതിനെ കാണുന്നത്. ഒരു മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ മനുഷ്യത്വപരമായ ഒരു നിലപാട് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ 17 ദിവസം പരോൾ അനുവദിക്കാം. അത് 15 ദിവസം വരെ വേണമെങ്കിൽ കൊടുക്കാം. അത് മരണമോ അസുഖമോ അങ്ങനെയൊക്കെയാണ് ജയിൽ ചട്ടങ്ങളിൽ പറയുന്നത്. അങ്ങനെയൊക്കെ അനുവദിക്കാം. ഇത് 7 ദിവസവുമല്ല, 10 ദിവസവുമല്ല, 15 ദിവസവുമല്ല, 30 ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ അനുവദിച്ചതിലാണ് നമുക്ക് സംശയം തോന്നുന്നത്. ഇത് മറ്റെന്തെങ്കിലും ആലോചന ഇതിനകത്തുണ്ടോ? എന്ത് ദുരുദ്ദേശമാണ് ഇപ്പോൾ ഈ ഒരു പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരിക്കുന്നത് എന്നത്. അത് മാത്രമല്ല അപർണ, ഇതിനകത്ത് പരോൾ അനുവദിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതിന് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് വേണം, ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ട് വേണം. ഇവിടെയൊക്കെ വിവരങ്ങൾ തേടി ഇദ്ദേഹത്തെ പുറത്തിറക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നുള്ള റിപ്പോർട്ടിന്റെ ബേസ് ചെയ്ത് മാത്രമേ പരോൾ അനുവദിക്കാറുള്ളൂ. പക്ഷെ അതൊന്നും, ആ നടപടിക്രമങ്ങളൊന്നും ഇതിനകത്ത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അടിയന്തരമായി ഈ കുറ്റവാളിയെ പുറത്തിറക്കുന്നതിന് നമുക്കറിയാം, ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ച ഒരു പ്രതി കൂടിയാണ്. കഴിഞ്ഞ അപ്പീൽ കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം 20 വർഷം തുടർച്ചയായി തടവ് അനുഭവിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിച്ചത്. അങ്ങനെ വിധിച്ച ഒരു പ്രതിക്കാണ് ഇപ്പോൾ ഈ രൂപത്തിലേക്കുള്ള വലിയ ഒരു ആനുകൂല്യം സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത് ഈ പ്രാവശ്യമല്ല, എപ്പോഴും ഇതാണ് അവസ്ഥ. TP കേസിലെ പ്രതികൾക്ക് സർക്കാർ വഴിവിട്ട സഹായങ്ങൾ ഏത് കാലത്തും ചെയ്തിട്ടുണ്ട്. അവരെ ജയിലിനകത്ത് സന്ദർശിക്കും, അവർക്ക് ഫോൺ ഉപയോഗിക്കാം, അവർക്ക് ജയിലിൽ നിന്ന് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്താം, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്നും ഒരു തടസ്സവുമില്ല. ജയിലിലെ വാർഡന്മാരെ ക്രൂരമായി മർദ്ദിച്ചിട്ടാണ് വിയ്യൂർ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് ഈ കൊടിസുനിയെ മാറ്റിയിരിക്കുന്നത്. മറ്റൊരു കേസ്
കേസ് നിലവിലുള്ളതായിട്ട് നമുക്കറിയില്ല. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എടുത്തോ? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 3 പ്രതികളെ, ഈ കേസിലെ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ തീരുമാനിച്ചു. അത് 56 പ്രതികളെ വിട്ടയക്കുന്നതിൽ ലിസ്റ്റിൽ 3 പേർ TP കേസിലെ പ്രതികളായിരുന്നു. ആ വിവരം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതോടുകൂടി പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടാണ് സർക്കാർ പിന്നീട് നടപടികളിലേക്ക് നീങ്ങിയത്. ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തു. അത് എന്നോട് അന്വേഷിച്ച പോലീസുകാർക്കെതിരെ നടപടിയുണ്ടായി. ഇങ്ങനെ അത് എങ്ങനെ ലിസ്റ്റിൽ പേര് വന്നു എന്നതല്ല, പേരെങ്ങനെ പുറത്തായി എന്നതായിരുന്നു സർക്കാരിന്റെ പ്രശ്നം. ആരും അറിയാതെ ഇവരെ പുറത്തു നടക്കാനുള്ള നീക്കമാണ് ആ സമയത്ത് നടത്തിയത്. ഇപ്പോൾ ആ ലിസ്റ്റ് പോലും പിന്നീട് ഫ്രീസ് ചെയ്തു. ഇപ്പൊ 56 ആളുകൾ വിട്ടയക്കപ്പെട്ടത് പിന്നെയൊന്നുമില്ല. കാരണം അതിന്റെ പിറകിൽ ഈ TP കേസിലെ പ്രതികളെ വിട്ടയക്കുക എന്നത് മാത്രമായിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും സർക്കാർ ഈ വിധേയത്വം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM അതിനകത്ത് കുടപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ശ്രീമതി KK രമ, പ്രൊബേഷൻ ഓഫീസറുടെ ചോദിക്കാതെ, പോലീസിനോട് റിപ്പോർട്ട് തേടാതെ ഇത്രയധികം കടമ്പകൾ മറികടന്നുകൊണ്ട് ജയിൽ DGPക്ക് ഒറ്റയ്ക്ക് പരോൾ അനുവദിക്കാനാകുമോ? ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ജയിലിനകത്തേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം ഉണ്ടായത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അല്ലേ? പിന്നെന്താണ് അപർണ, അതിൽ സംശയമില്ല. കാരണം ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിന്റെ ഭാഗമായി ജയിൽ DGPക്ക് ഇത്ര വലിയ ഒരു കാര്യം, കാരണം ഈ ഇത്തരം കുറ്റവാളികൾക്കെതിരെ സ്വയം തീരുമാനമെടുക്കാൻ ജയിലിലെ DGPക്ക് സാധ്യമാകുമോ? അത് ആഭ്യന്തര വകുപ്പിന്റെ കൂടി, പ്രത്യേകിച്ചും ഇത്തരം സെൻസിറ്റീവായ ഒരു കേസിൽ അത് ഇഷ്യൂ ആവുമെന്നും ചർച്ചയാവുമെന്നും അറിയാത്ത ആളുകളല്ലല്ലോ ഈ സർക്കാരിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ അറിയിപ്പോട് കൂടി തന്നെയാണ് അവരുടെ ഇതില്ലാതെ, അവരുടെ സമ്മതമില്ലാതെ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ഈ ഒരു നീക്കം നടത്താൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, എല്ലാ വിധേയത്വം ഇപ്പോഴും ഈ TP കേസിലെ പ്രതികളോട് പാർട്ടിക്കും ഭരണകൂടത്തിനുമുള്ള വിധേയത്വമാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണോ? ആ തരത്തിലാണല്ലോ നേരത്തെ പ്രതികരണം ഉണ്ടായത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കും. അതെ, തീർച്ചയായിട്ടും ഞാൻ നിയമവിദഗ്ധരുമായിട്ട്, വക്കീലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിയമപരമായിട്ട് തന്നെ നീങ്ങും. ഒറ്റ കാര്യം കൂടെ ശ്രീമതി KK രമ, കണ്ണൂരിൽ CPM ജില്ലാ സമ്മേളനം തളിപ്പറമ്പിൽ നടക്കുന്നു ജനുവരി 21, 22, 23. അതായത് ഈ സമയത്ത് കൊടിസുനി അവിടെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അക്കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സമയത്ത്? അല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട് അപർണ. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു അജണ്ട എന്ന് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് കാത്തിരുന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്തരം നീക്കം? മറ്റെന്തെങ്കിലും കൊട്ടേഷൻ ആലോചിച്ചിട്ടുണ്ടോ സുനിയെ കേന്ദ്രീകരിച്ച് എന്നും നമുക്കറിയില്ല. എന്തായാലും ഇതിനകത്തൊരു ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീമതി KK രമ. നിയമപരമായിട്ടുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകും, വീണ്ടും അത് തുടരുമെന്ന് പറയുമ്പോൾ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ നമുക്കൊപ്പം അല്പം സമയത്തിനുള്ളിൽ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് T അസഫ് അലിയും ചേരും. പാനലിസ്റ്റുകളിൽ രാഷ്ട്രീയ നിരീക്ഷകരായ KM ഷാജഹാൻ, CPM സഹയാത്രികൻ കൂടിയായ M ജയചന്ദ്രൻ, ഒപ്പം കോൺഗ്രസ് നിരീക്ഷകൻ VR അനൂപ് എന്നിവരും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ KM ഷാജഹാൻ, മനുഷ്യാവകാശ കമ്മീഷനെ ഒരു പ്രതിയുടെ അമ്മ സമീപിക്കുക, അതിന് തൊട്ടുപിറകെ ഈ മനുഷ്യാവകാശം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജയിൽ അധികൃതർക്കുള്ളിൽ നിർദ്ദേശവും എത്തിക്കാണും. അങ്ങനെ ഒരു നിർദ്ദേശത്തിന് പുറത്തായിരിക്കും ജയിൽ DGP ഈ തരത്തിൽ എല്ലാ റിപ്പോർട്ടും മറികടന്നുകൊണ്ട് പരോൾ അനുവദിച്ചത്. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ് അല്ലേ? അതിനകത്ത് അപർണ, എനിക്ക് ഈ 2014 ഈ കൊടിസുനി ഉൾപ്പെടെ ഉള്ളവരെ ശിക്ഷിച്ചുകൊണ്ട് പിന്നെ കോഴിക്കോട് സെഷൻസ് കോടതി ജഡ്ജ് R നാരായണ പിഷാരടി ഇറക്കിയൊരു വിധിന്യായമുണ്ട്. ആ വിധിന്യായത്തിന് 420 പേജുണ്ട്. അത് ഞാൻ കൃത്യമായി വായിച്ച ഒരാളാണ്. അതിൽ 824 ഖണ്ഡികയിലാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് തനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ജഡ്ജി പറഞ്ഞിട്ടൊരു 3-4 വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് ഓർക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൽ ജഡ്ജി പറഞ്ഞ ഇതാണ്: ദ മർഡർ ഇൻ ദിസ് കേസ് വാസ് കോൾഡ് ബ്ലഡഡ്, പ്രീപ്ലാൻഡ് ആൻഡ് ബ്രൂട്ടൽ. ഞാനത് എൻ്റെ മലയാളം ഞാൻ പറയുന്നില്ല. ദ മോട്ടീവ് ഓഫ് ദ ക്രൈം വാസ് നോട്ട് എനി പേഴ്സണൽ എനിമിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം വ്യക്തിഗതമായ എന്തെങ്കിലും ശത്രുതയായിരുന്നില്ല. ദ മാനർ ഇൻ വിച്ച് ദ മർഡർ വാസ് കമ്മിറ്റഡ് റിവീൽസ് എക്സ്ട്രീം ഡിപ്രേവിറ്റി. ദ ആക്ഷൻ ഓഫ് ദ അക്യൂസ്ഡ് വാസ് നോട്ട് ഓൺലി ഇൻഹ്യൂമൻ ബട്ട് റൂത്ത്ലെസ് ആൻഡ് ബാർബാറിക്. ഇതിനപ്പുറത്ത് വല്ല വാചകങ്ങളുണ്ടോ? ഇത് ജഡ്ജി പറഞ്ഞതാണ്. അടുത്ത സെൻറ്റൻസ് ഏറ്റവും പ്രധാനമാണ്. ഇറ്റ് ഷോക്സ് നോട്ട് ഓൺലി ദ ജുഡീഷ്യൽ കോൺഷ്യൻസ്
ബട്ട് ദ കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ കുറ്റകൃത്യം ജുഡീഷ്യറിയുടെ മനസാക്ഷിയെ മാത്രമല്ല പൊതുമണ്ഡലത്തിൻ്റെ സംയുക്തമായിട്ടുള്ള മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2014 കോഴിക്കോട് സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന ആർ നാരായണ പിഷാരടി ഇവരെ ശിക്ഷിച്ചത്. നമ്മൾ അവിടെ നിന്ന് വേണം തുടങ്ങാൻ. ആ ശിക്ഷയ്ക്ക് ശേഷം 2024 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് ഒരു 1.5-2 വർഷക്കാലത്തോളം ഈ പ്രതികളെല്ലാം തന്നെ പലതരത്തിൽ പരോളിലായിരുന്നു. പി കെ കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ മുൻ ഏരിയ സെക്രട്ടറി, അയാൾ പരോളിൽ ആശുപത്രി കിടന്നാണ് മരിച്ചത്. അയാളുടെ മരണത്തെക്കുറിച്ചിട്ടൊക്കെ ദുരൂഹതയുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അന്ന് തന്നെ ഏതാണ്ട് ഒരു 1.5 വർഷക്കാലം ഇവർ പരോളിലായിരുന്നു. ഇനി പരോളിലല്ലാത്ത സമയത്ത് ഇവരെന്താണ് ചെയ്തിരുന്നതെന്നുള്ളത് ശ്രീമതി കെ കെ രമയുടെ പറഞ്ഞു. പരോളിൽ കഴിയുന്നതും ജയിലിൽ കഴിയുന്നതും തമ്മിൽ കൊടിസുനിയെ സംബന്ധിച്ച് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അയാൾക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ, യഥാർത്ഥത്തിൽ പരോളിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ അയാൾക്ക് ജയിലിലുണ്ടായിരുന്നു. പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ. അയാൾക്ക് സിഗരറ്റ് വലിക്കുന്നതിന് സിഗരറ്റ്, അയാൾക്ക് ഫോണിന് ഫോണ്, അയാൾക്ക് തോന്നുന്ന നിലയിലുള്ള ഭക്ഷണം, അയാൾക്ക് ഇഷ്ടമില്ലാത്ത ജയിൽ ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യൽ, അയാൾ അതിഭീകരമായി ജയിൽ ഉദ്യോഗസ്ഥന്മാരെ മർദ്ദിച്ചിട്ട് അയാളെ ജയിൽ മാറ്റൽ, ജയിലിനകത്തിരുന്ന് കൊട്ടേഷൻ പ്രവർത്തനം, ജയിലിനകത്തിരുന്ന് സ്വർണം പൊട്ടിക്കൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് രമ പറഞ്ഞതുപോലെ 12 കേസുകളിൽ ജയിലിലായിരുന്നപ്പോൾ പ്രതിയായിരുന്ന ആളാണ് കൊടിസുനി. ആ കൊടിസുനിയെ ഇപ്പോൾ കൊടിസുനിയുടെ പ്രിയപ്പെട്ട മാതാവ് കൊടുത്ത ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പം പരോൾ അനുവദിച്ചിരിക്കുകയാണ്. എന്താ പറയുന്നതെന്നറിയാമോ? 6 വർഷമായിട്ട് 30 ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. എനിക്കാണെങ്കിൽ ഒരുപാട് ശ്വാസതടസ്സം പോലുള്ള പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ആരോഗ്യം വളരെ മോശമാണ്. അതുകൊണ്ട് എന്നെ കാണാൻ എൻ്റെ മകനെ അനുവദിക്കണം. ഇതാണ് ആ മാതാവിൻ്റെ ആവശ്യം. ശരി, ആയിക്കോട്ടെ, അവർക്ക് മനുഷ്യാവകാശം ഉണ്ടെന്ന് വന്നോട്ടെ, അതിന് പ്രശ്നമില്ല. ഒരാഴ്ച വേണമെങ്കിൽ കൊടുക്ക്, നിങ്ങൾ ഒരാഴ്ച കൊടുക്ക്, അല്ലെങ്കിൽ രമ പറഞ്ഞ പോലെ 15 ദിവസം കൊടുക്ക്. എന്നാൽ അതിൻ്റെ പേരിൽ 30 ദിവസം കൊടുക്കുകയാണ്. അതിന് ഈ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു റെക്കമെൻഡേറ്ററി ബോഡി മാത്രമാണ്. അവരുടെ ഒരു നടപടികളും അംഗീകരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. എന്ന് മാത്രമല്ല, ഈ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞെന്താ? മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് മകൻ്റെ പരോളപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ പരാതിക്കാരി കമ്മീഷൻ സിറ്റിങ്ങിൽ ഹാജരായി മേൽപ്രകാരം ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിഗണനാ വിഷയമാക്കണമെന്ന് മാത്രമേ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടുള്ളൂ. നിങ്ങൾ അതും കൂടി പരിഗണിച്ച് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം, ഒരു റെക്കമെൻഡേഷൻ മാത്രമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ഇതവിടെ കിട്ടിയ ഉടനെ തന്നെ കിട്ടുന്ന പാതി കിട്ടാത്ത പാതി അയാൾക്ക് 30 ദിവസം കൊടുക്കുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പിന്നീട് വന്നില്ല. എന്തായാലും രമ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റുണ്ട്. അത് അപർണയും ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു. എൻ്റെ ബലമായ സംശയം അടുത്ത രാഷ്ട്രീയ കൊലപാതകത്തിന് കണ്ണൂരിൽ അരങ്ങൊരുങ്ങിയോ എന്നുള്ളതാണ്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട്. CPM ഒരു കില്ലർ ഗാങ്ങിനെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള സൂചന വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അവർ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ള സൂചന വരുന്നുണ്ട്. അത് ആ ക്രൈമിൻ്റെ എഡിറ്ററായിട്ടുള്ള നന്ദകുമാർ അയാളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞത് പാനൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ കില്ലർ ഗാങ് എത്തിയെന്നും ഒരു RSSകാരൻ അവൻ്റെ ജീവഭാഗ്യം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ആശങ്ക, ആ ജില്ലാ സമ്മേളനം നടക്കുകയാണ് തളിപ്പറമ്പിൽ, ആ സമയത്ത് അങ്ങനെ ഒരു അജണ്ട നടപ്പാക്കും, അങ്ങനെയാണോ? അതാണോ സംശയം? അവരുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാളെ ഈ സമയത്ത് 30 ദിവസത്തിന് എന്തിന് പരോളിൽ വിടുന്നു? അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു അതായത്
അടിച്ചാൽ RSS തിരിച്ചടിക്കുന്ന പ്രദേശങ്ങളിൽ ആക്രമണം നടത്താനുള്ള ഒരു പദ്ധതി CPM-നകത്ത് കണ്ണൂരിൽ തയ്യാറായി വരുന്നുണ്ടെന്നുള്ളൊരു വിവരം കൂടി അപ്പൊ ഇത് രണ്ടും കൂടി ബന്ധിപ്പിക്കുമ്പോൾ എന്തോ ദുരൂഹമായ സംഭവം ഈ കൊടിസുനിയുടെ പരോളുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരു പറഞ്ഞതുപോലെ എന്താണ് ഇതിന്റെ അജണ്ട എന്നുള്ളത് ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ M ജയചന്ദ്രൻ, ജയിലിൽ തല്ലുണ്ടാക്കിയ ഇതിന് കടക്കില്ല, 12ഓളം കേസ് ഇപ്പം നിൽക്കുന്നു, അതിലൊരെണ്ണം പ്രൊഡക്ഷൻ വാറന്റ്, ജാമ്യം എടുത്തിട്ട് പുറത്തിറങ്ങാൻ പറ്റൂ, ജയിൽ ഉദ്യോഗസ്ഥരെ തല്ലിച്ചതച്ചു, അങ്ങനെ ജയിൽ മാറ്റി, ജയിലിലിരുന്ന് കൊട്ടേഷൻ ഏർപ്പാട്, സ്വർണം പൊട്ടിക്കൽ എല്ലാം നടത്തി, പ്രൊബേഷൻ റിപ്പോർട്ട് വരെ എതിരാണ്, പരോളിൽ ഇറങ്ങിയപ്പോഴും തല്ലുകേസിൽ പ്രതിയായി. പാർട്ടി ഇടപെടുന്നില്ല, സർക്കാർ ഇടപെടുന്നില്ല എങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളൊന്നും അല്ലല്ലോ കൊടിസുനി, ഇത്രയധികം പരിഗണന കിട്ടാൻ തോന്നുന്നില്ലേ? പാർട്ടി ഇടപെട്ടിട്ടാണ് കൊടിസുനി ഇറങ്ങിയത് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് അപർണയുടെ ചോദ്യം. അതെ. പിന്നെ അല്ല, എത്രമേൽ ഭയാനകമായ കഥകളാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നതെന്ന് നോക്കൂ. അപർണ ഉൾപ്പെടെ പറയുന്നത് പിന്നെ CPM-ന്റെ ജില്ലാ സമ്മേളനം അടുത്ത മാസം നടക്കാനിരിക്കുന്ന അടുത്ത മാസത്തോടുവിൽ രാഷ്ട്രീയ കൊലപാതകത്തിന് കോപ്പ് കൂട്ടുകയാണ് CPM, അതിനാണ് കൊടിസുനി ഇറക്കിയിരിക്കുന്നത്. ഇതാണല്ലോ രത്ന ചുരുക്കം. വിശദീകരിക്കാതെ പറഞ്ഞാൽ അതാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ അപർണയെങ്കിലും ആ പിന്നെ ഉത്തരവൊന്ന് വായിച്ചു നോക്കണം. കൊടിസുനിയുടെ പരോൾ അനുവദിച്ചതിൻ്റെ അതിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ കടക്കരുത് എന്ന്. അപ്പോ അത് ഇത് ബാധകമല്ല, ഈ അപർണയ്ക്ക് ഉൾപ്പെടെ അത് ബാധകമല്ല, അത്തരം പ്രശ്നങ്ങളൊന്നും അല്ലേ? അതിനൊരു മറുപടി പറയുമോ താങ്കൾ? ഈ പരോളിലിറങ്ങി തല്ലുകേസിൽ പ്രതിയായ ഒരാൾക്ക് ഇതെന്ത് ബാധകം? പരോളിലിറങ്ങി എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞതെല്ലാം ചെയ്ത ഒരാൾക്ക് ജയിലിലിരുന്ന് ഫോൺ എത്ര പേർക്ക് വിളിക്കാം, ജയിലിലിരുന്ന് ആർക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കൊടുക്കാം, ആർക്ക് സ്വർണം പൊട്ടിക്കൽ നടത്താം, ഇതൊക്കെ ചെയ്ത ഒരാൾക്ക് ഈ ഉത്തരവ് ഏത് തരത്തിൽ ബാധകം? അത് ശരി. ഞാൻ ചോദിച്ചത് എന്താണ്, താങ്കളുടെ മറുപടി എന്താണ്? ഞാൻ ചോദിച്ചത് ഈ പിന്നെ കോടതി ഇതിന്റെ പരോൾ ഉത്തരവിൽ ഉള്ള നിബന്ധന എന്താണ്? ആ നിബന്ധന തെറ്റിച്ചാൽ എന്താണെന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ അഡ്വക്കേറ്റ് കൂടിയായ KM ഷാജഹാൻ പറഞ്ഞു കൊടുക്കുന്നത് കൊടിസുനി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കണ്ണൂരിലും കാസർഗോഡ് ജില്ലയിലും പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ പിന്നെ നിബന്ധന കർശനമായി നടപ്പിലാക്കുന്ന ഒരു അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ഞാൻ വിശ്വസിക്കണം എന്നാണ് M ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ പറയുകയില്ല. താങ്കൾ വിശ്വസിക്കണമെന്നല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എൻ്റെ പ്രതികരണമാണ് പറഞ്ഞത്. താങ്കളോ പിന്നെ ഈ പാനലിലുള്ള മറ്റാരെങ്കിലും ഇത് വിശ്വസിക്കണം എന്നുള്ള പ്രശ്നത്തിലല്ലല്ലോ നമ്മൾ ഒരാളും ചർച്ചയിൽ പങ്കെടുക്കുന്ന അങ്ങനെയല്ലല്ലോ, മറ്റൊരാളെ വിശ്വസിപ്പിക്കാനുള്ളതല്ലോ, ഇതൊരു ചർച്ചയല്ലേ. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത് ഈ ഇയാളുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയെ കുറിച്ചെല്ലാം നിങ്ങൾ പറഞ്ഞു. ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആകെ 60 ദിവസം മാത്രമാണ് തൻ്റെ മകനെ പരോൾ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത അപേക്ഷയിൽ അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പരിഗണിക്കണം എന്നവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരാൾക്ക് ഒരു ദിവസം എത്ര പരോളാണ് അനുവദിക്കാനാവുക, അത് സംബന്ധിച്ച് നിയമത്തിൽ വ്യവസ്ഥകൾ ഉണ്ടല്ലോ. സാധാരണഗതിയിൽ ചുരുങ്ങിയ പരോൾ എന്ന് പറയുന്നത് 7 മുതൽ 15 ദിവസം, കൂടിയ പരോൾ എന്ന് പറയുന്നത് 30 ദിവസം വരെ. അങ്ങനെയാണ് നിയമത്തിൽ പറയുന്നത്, വ്യവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഒരു തടവുകാരന് ഒരു വർഷം 60 ദിവസം പരോൾ കിട്ടാനുള്ള അവകാശമുണ്ട് നിയമപ്രകാരം. 60 ദിവസം പരോളിനുള്ള അവകാശമുണ്ട്. അതാണ് നിയമം പറയുന്നത്. ഇനി ആ നിയമം ഏതാണ്? അതാണ് സംശയമുണ്ടെങ്കിൽ പിന്നെ അതും പറയാം. 2016 കേരള പ്രസിഡന്റുകളും സംശുദ്ധീകരണ റിപ്പോർട്ട് നിയമപ്രകാരം എന്ന് പറയുന്ന ആ ചട്ടക്കൂടിനകത്തുള്ളതാണ് എന്നാണ് വിശ്വാസം അല്ലെ? ആ നിയമപ്രകാരം എന്ന് പറയുന്നത് പ്രൊബേഷൻ റിപ്പോർട്ട് കൂടി ഉൾപ്പെടുന്നുണ്ട്. പ്രൊബേഷൻ റിപ്പോർട്ട് പരിപൂർണമായിട്ട് എതിരായിട്ട് നിൽക്കുന്ന ഒരാള് 60 ദിവസം പരോൾ കിട്ടിയപ്പോൾ ആ പരോൾ കാലത്ത് പുറത്തിറങ്ങി തല്ലുകേസിൽ പ്രതിയായിട്ടുള്ള ഒരാള്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ള സമയം താങ്കൾ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും വിശ്വാസം എനിക്ക് ആകാമല്ലോ. അപ്പോ ഇത് ഞാനിവിടെ പുതുതായിട്ട് കൊണ്ടുവന്ന
അല്ലെങ്കിൽ LDF സർക്കാർ പിന്നെ LDFകാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ എന്തെങ്കിലും നിയമമല്ല. അത് ഞാനീ പറഞ്ഞ പിന്നെ നിയമത്തിലെ അത് ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. 2016 കേരള പ്രസിഡന്റുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും നിർവഹണം ചട്ടങ്ങൾ, അതില് പിന്നെ ആ സംഗതി ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ആ അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇയാളുടെ അമ്മ പറയുന്നു അങ്ങനെ കൊടുത്തിട്ടില്ല. കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ അപർണ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ അതിനൊക്കെ ആധാരമായിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് ഒരു സാധാരണ പരോൾ എന്ന് പറയുന്നത് 60 ദിവസം ഒറ്റയടിക്കല്ല, പിന്നെ 2ഓ 3ഓ ഘട്ടമായിട്ടാണ് അനുവദിക്കാനുള്ള നിയമത്തിലുള്ള വ്യവസ്ഥയുള്ളത്. അസാധാരണമായി പിന്നെ വീണ്ടും 45 ദിവസം കൂടെ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതും ഒറ്റയടിക്കല്ല. അസാധാരണം എന്ന് പറയുന്നത് പിന്നെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി അങ്ങനെ അടുത്ത ബന്ധുക്കളുടെ പിന്നെ മരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഈ പ്രതിക്ക് തന്നെ, അത് അസാധാരണ പിന്നെ അവധിക്കുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്. അത് നിയമപ്രകാരമുള്ള തടവുകാരനുള്ള അവകാശമാണ്. അതാണല്ലോ തടവുകാരൻ എന്ന് പറയുന്നത്. പിന്നെ ഈ കറക്ഷണൽ എന്താ പറയുന്നത്, സെന്റർ എന്നാണല്ലോ ജയിലിനെ കുറിച്ച് പറയുക. അങ്ങനെ ഈ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിലടക്കം ജയിൽ എന്നുള്ളതല്ല അവർ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് ഓർക്കണം. അത് വായിച്ചാൽ അറിയാമല്ലോ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊന്നും ബാധകമല്ലാത്ത ഒരു വിഷയമാണല്ലോ ഇതെന്നുള്ളതാണ് ഈ പറയുന്നതൊക്കെ. സാധാരണ രീതിയിൽ അതൊരു കറക്ഷണൽ സെന്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതൊന്നുമല്ല. അല്ല, താങ്കളത് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ഞാൻ എന്റെ അഭിപ്രായം ഒന്ന് പൂർത്തിയായിക്കോട്ടെ പറഞ്ഞു. അപ്പൊ ഈ കേസില് TP കേസിലെ എല്ലാ പ്രതികൾക്കും കാലാകാലങ്ങളിൽ പരോൾ കിട്ടുന്നുണ്ട്. പിന്നെ തിരിച്ചവർ പരോളിൽ ഇറങ്ങിയിട്ട് മുങ്ങിയിട്ടില്ല, തിരിച്ചു ചെന്നിട്ടുമുണ്ട്. ഇയാളും ഈ പറയുന്ന 60 ദിവസത്തെ പരോൾ അനുഭവിച്ച ആളാണ് ഈ കൊടിസുനി എന്ന് പറയുന്ന പ്രതി. അയാളും തിരിച്ചു ചെന്നിട്ടുണ്ട്. പക്ഷേ ജയിലിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് പോലീസ് കേസുണ്ട്, അത് നേരിടുന്നുണ്ട്. ഇപ്പൊ തവനൂർ ജയിലിലാണ് ഈ പ്രതി ഉള്ളത്. അതുകൊണ്ട് പിന്നെ അയാൾക്ക് ജയിൽ നിയമങ്ങൾ പ്രകാരമുള്ള പരോളിന് അർഹതയുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെട്ടത്. ആ പരിശോധനയിലാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് പ്രാഥമികമായി എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഞാൻ തിരികെ എത്താം. VR അനൂപ്, UDF പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു, നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു. ഇത് ഇപ്പൊ പറയുന്ന പോലെ നിയമപരമായിട്ട് പരോൾ അനുവദിക്കപ്പെട്ടതല്ല, അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് എന്ന് കെ രമ അടക്കം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് കൂടി ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം പോയതുകൊണ്ടാണ് ഈ പ്രൊബേഷൻ റിപ്പോർട്ട് പ്രതികൂലമാണെങ്കിൽ പോലും പരോൾ കിട്ടട്ടെ എന്ന് വെച്ചതെങ്കിൽ അതേത് തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ്, ഏത് തരത്തിലുള്ള ഒരു നിയമ പോരാട്ടമാണ് UDFന്റെ മുന്നിലുണ്ടാവുക? എന്തായിരിക്കും നിങ്ങളുടെ ഫോക്കസ്? നിയമപരമായി എല്ലാ മാനദണ്ഡങ്ങളും ലംഘിക്കപ്പെട്ടു എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തർക്ക വിതർക്കങ്ങളുടെ ആവശ്യമില്ല. അതിനുപരിയായി ഇത് കൊടിസുനിയുടെ മാത്രം പ്രശ്നമല്ലല്ലോ. കൊടിസുനി മാത്രമല്ല പ്രതിസ്ഥാനത്ത്, CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രതിസ്ഥാനത്ത്. ഇവിടെ നേരത്തെ സംസാരിച്ച CPM സഹയാത്രികനായ ബഹുമാന്യ സുഹൃത്ത് പറയുന്നത് എന്താ? പാർട്ടിക്ക് ഇതിലൊന്നും പങ്കുമില്ല എന്നാണ്. ഇവിടെ കൊടിസുനിക്ക് TP കേസിലെ പ്രതികൾക്ക് ജയിലിൽ ബുദ്ധിമുട്ട് ഉണ്ടായി എന്ന് വാർത്ത പുറത്തു വരുന്ന സമയത്ത് പരിഭ്രാന്തരായി അവരെ സംരക്ഷിക്കാൻ ഓടി വരുന്നത് കണ്ണൂരത്തെ സാധാരണ ജയരാജന്മാരല്ല. നമ്മൾ പൊതുസമൂഹത്തിൽ താരതമ്യേന CPMന്റെ സൗമ്യ മുഖം എന്നൊക്കെ അറിയപ്പെടുന്ന K. രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്ക് വേണ്ടി വലിയ പ്രതിരോധമെന്ന് ഉയർത്തിയത് വലിയ വാർത്തയായിരുന്നു. ഇവിടെ CPMനെ സംബന്ധിച്ച് ഇത്തരം കൊലപാതകങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും CPM തന്നെയാണ്. CPMനെ സംബന്ധിച്ച് കൊലപാതകം നടത്താൻ ഒരു ടീം, അത് കഴിഞ്ഞ് ഈ കൊലപാതകങ്ങളെ അപലപിക്കാനും ഞങ്ങളുടെ പാർട്ടി അങ്ങനത്തെ പാർട്ടിയല്ല എന്ന് പറയുന്ന ഒരു സാംസ്കാരിക കൾച്ചറൽ കമ്മിസാർമാരുടെ വേറൊരു നിരയും എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോ ഒരു കോഴി ഫാമിനെ സംബന്ധിച്ച് കോഴിക്ക് തീറ്റ കൊടുക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അവർ കോഴിയെ പരിപാലിക്കുന്നു, തീറ്റ കൊടുക്കുന്നു. എന്നാൽ കോഴിയെ അറുക്കുന്നത് വേറെ ആളുകളാണ്. ഇവിടെ സത്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് CPMനെ തന്നെയാണ്. കൊടിസുനിയിൽ മാത്രമായി ഈ ചർച്ച പരിമിതപ്പെടാൻ പാടില്ല. ഇപ്പൊ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. സാംസ്കാരിക വിപ്ലവകാലത്ത് മാവോ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ഇതിലൊരു സാങ്കേതിക വിഷയമുണ്ടല്ലോ അനൂപ്, രാഷ്ട്രീയ വിഷയമാണെങ്കിലും സാങ്കേതിക വിഷയം. നേരത്തെ ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ജയിൽ ശിക്ഷ അനുസരിച്ച് ഈ 60 ദിവസത്തെ പരോളൊക്കെ മാനുഷികമായിട്ട് അവകാശപ്പെടാവുന്നതാണല്ലോ. ആ തരത്തിൽ ചോദിക്കാമല്ലോ.
മൗലികമായി പരോൾ അവകാശപ്പെടാൻ കഴിയുന്നത് ആർക്കാ? ഒരു കേസിനകത്ത് ഇത്തരം ഇളവുകൾ അനുവദിക്കപ്പെട്ടിരിക്കുമ്പോൾ തന്നെ വേറെ ക്രിമിനൽ കേസുകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ആൾക്ക് ഇത്തരം പരിഗണനകളൊന്നുമില്ല. ഈ നേരത്തെ ഇവിടെ സംസാരിച്ച മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ മാത്രമാണ്, ഒരു അർദ്ധ ജുഡീഷ്യൽ, അല്ലാതെ അത് തീർച്ചയായും ബൈൻഡിംഗ് ആയി അതിന്റെ വിധി നടപ്പിലാക്കണമെന്നൊന്നും പറയുന്ന അധികാരമുള്ള ആളുകളല്ല എന്ന് നിയമത്തിൽ സാമാന്യ പരിജ്ഞാനമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇവിടെ ഇതിനകത്തെ നിയമപരമായ അർത്ഥശൂന്യത, അതിന്റെ സാങ്കേതികത്വം, അതിനെക്കുറിച്ചൊരു ചർച്ചയുടെ പോലും ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ജയിലിലിരുന്ന് ജയിൽ സ്വന്തം സാമ്രാജ്യമാക്കി ഇത്തരം എല്ലാ നിയമങ്ങളെയും നിഷേധിച്ചുകൊണ്ട് നിരന്തരം കുറ്റകൃത്യങ്ങൾ നടന്നു എന്നൊരാൾക്ക് ഇത്തരം ഏതെങ്കിലും ആനുകൂല്യങ്ങളുടെ അർഹതയില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് കേരളത്തിലെ CPM-നെ കുറിച്ചാണ്. കേരളത്തിലെ CPM വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട്. ലോകത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രം ആക്രമിച്ച് അവിടുത്തെ ഒരു ജീവി, ഒരു സ്പീഷ്യസിനെ മുഴുവൻ ആക്രമിച്ച് ചരിത്രമുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ CPM-ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സമാന്തര കോടതിയായിരുന്നുകൊണ്ട് അരിയൽ ഷുക്കൂറിനെ ആൾക്കൂട്ടം തന്നെ കോടതി കൂടി ആൾക്കൂട്ടം തന്നെ വിധി പ്രഖ്യാപിച്ച് ആൾക്കൂട്ടം തന്നെ നീതി നടപ്പിലാക്കുന്ന ഉത്തരേന്ത്യയിലെ ഗാപ്പ് പഞ്ചായത്തുകളെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള വിധി നിർവ്വഹണം നടത്തിയത് CPM-ആണ്. കണ്ണൂര് CPM-ആണ്. അപ്പോൾ CPM-ആണ് പ്രസ്ഥാനത്ത്. കൊടിസുനിയെ മുൻനിർത്തി കൊടിസുനി തെറ്റോ ശരിയോ എന്നുള്ള ഒരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല. കൊടിസുനി എന്ന് പറയുന്നത് കേരളത്തിലെ CPM-ന്റെ ഒരു സ്പെസിമെനാണ്. കേരളത്തിലെ CPM എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഒരു പ്രതീകമാണ്. പ്രതിസ്ഥാനത്ത് വരുന്ന കേരളത്തിലെ CPM-ആണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വളരെ കൃത്യമായി ഈ അടുത്ത് നമുക്കറിയാം കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വിധി വന്നു കഴിഞ്ഞ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ ഇത്തരം ഒരു പാർട്ടി നിലനിൽക്കണോ, ഇത്തരത്തിൽ നിലനിൽക്കണോ എന്നുള്ള അടിസ്ഥാനപരമായ നൈതികമായ ഒരു ചോദ്യം കൂടി ഇതിനകത്ത് ഉണ്ട്. അതാണ് പ്രാഥമികമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നിയമപ്രശ്നങ്ങളിൽ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. കൊടിസുനിയെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നിലനിൽക്കുന്ന സംവിധാനത്തിന്റെ ഭരണകൂടത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിലെ CPM പറയുന്നത് ഇപ്പോൾ മനുഷ്യാവകാശത്തെ കുറിച്ചൊക്കെ വലിയ ഗിരിപ്രഭാഷണം നടത്തുകയാണ്. ഇവിടെ മാവോയിസ്റ്റ് തടവുകാരായ ആളുകൾക്ക്, ഇത്തരം രാഷ്ട്രീയ തടവുകാരാണ്, അവർക്ക് ഇത്തരം മനുഷ്യാവകാശങ്ങൾ ഇവർ നൽകിയിട്ടുണ്ടോ? ഇവിടെ മാവോയുടെ പുസ്തകം സൂക്ഷിച്ചതിന്റെ പേരിൽ 2 കൗമാര ടീനേജിലേക്ക് കിടക്കുന്ന 2 ചെറുപ്പക്കാരെ അവരുടെ തുടർ ജീവിതം തന്നെ അസാധ്യമാക്കുന്ന തരത്തിൽ അഴികൾക്കുള്ളിലാക്കി അവരെ ക്രിമിനലുകളായി മുദ്ര കുത്തിയ ഒരു സർക്കാരാണ് ഇവിടെ മനുഷ്യാവകാശം കൊടിസുനിമാർക്ക് നൽകണമെന്ന് പറയുന്നത്. അതിനകത്ത് വൈരുദ്ധ്യം, അതിനകത്ത് ഇരട്ടത്താപ്പ് കൃത്യമായി കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, റൈറ്റ്. മനുഷ്യാവകാശവും നിയമപരമായിട്ടുമുള്ള സാധുത കൂടി അഡ്വക്കേറ്റ് ടി ആസഫ് അലിയും നമുക്കൊപ്പം ചേരും. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരിച്ചെത്തും. സ്ത്രീധന അഡ്വക്കേറ്റ് ടി ആസഫിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ശ്രീ KM ഷാജഹാൻ, നേരത്തെ ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞ ഒരു നിയമപ്രകാരമുണ്ട്. നിയമപ്രകാരം എന്ന് പറയുമ്പോൾ നിയമലംഘനങ്ങളുടെ നീണ്ട നിര. അതിലേറ്റവും ഈ ബാക്കിയുള്ള കേസുകൾക്കപ്പുറത്തേക്ക്, കേസുകൾക്കൊക്കെ അതിനേതെങ്കിലും FIR രജിസ്റ്റർ ഉണ്ട്, നടപടി ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം. അതല്ലാതെ TP കേസ് പ്രതികളെ ഒരു സെല്ലിൽ പാർപ്പിക്കാൻ പാടില്ല, ഒന്നിച്ചു പുറത്തിറക്കാൻ പാടില്ല, ഇത്തരം എല്ലാം ഉണ്ടായിട്ടും ഈ നിയമലംഘനങ്ങളൊക്കെ തുടർന്നതാണ്. ഈ മലബാറിലെ ആ കിണ്ണത്തപ്പ നിർമ്മാണമൊക്കെ അന്ന് വലിയ തരത്തിൽ വാർത്തയായിട്ട് വന്നൊരു വിഷയമുണ്ട്. അതായത് ഇങ്ങനെയുള്ള എഴുതി വെച്ച നിയമങ്ങളൊക്കെ, തല്ലും കേസും കൊട്ടേഷനും ബാക്കിയൊക്കെ വേറെ, അതല്ലാതെ ജയിലിനകത്തെ ആ ചട്ടക്കൂടിനകത്ത് നിന്ന് നടപ്പാക്കേണ്ട കാര്യങ്ങൾ പോലും എഴുതി തള്ളി അതിന് ഒത്താശ കൊടുത്ത് ജയിലധികർ കൂടെ നിന്ന് ഒന്നിലേറെ സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉത്തരവ് മുഖവിലക്കെടുക്കാൻ കഴിയുകയില്ല എന്ന് ഇത് വെച്ച് സമർത്ഥിക്കാവുന്നതാണല്ലേ? അല്ല പറഞ്ഞാൽ എനിക്കിതിനകത്ത് ഈ ജയചന്ദ്രൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു നിരർത്ഥകത എനിക്ക് തോന്നുന്നത്, ഇതൊക്കെ ചുമ്മാ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്. ഈ ഇരിക്കുന്ന ഞാൻ 2017 DGP ഓഫീസിന് മുന്നിൽ ഒരു സമരം കാണാൻ ചെന്നു. ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജ നടത്തുന്ന സത്യാഗ്രഹം. എന്നെ പിടിച്ച് 8 ദിവസം ജയിലിലിട്ടു പിണറായി സർക്കാർ. എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 8 ദിവസം ജാമ്യം പോലും തരാതെ എന്നെ ജയിലിലിട്ടു. ജയിലിലിട്ടിട്ട് ഇന്ന് 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല.
അപ്പോൾ എല്ലാ നിയമങ്ങളും ഭരണഘടനയും ലംഘിച്ച് ജയിലിൽ കിടന്നുവരുത്താനാണ് ഞാൻ. എന്നോടാണ് ഈ ജയചന്ദ്രൻ വന്നിരുന്ന് നിയമത്തിൻ്റെ പാഠപുസ്തകങ്ങൾ എന്നെ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ TP കേസിൽ തന്നെ ഗൂഢാലോചന കേസിൽ കോടതി ശിക്ഷിച്ച കുറ്റവാളിയായിരുന്നു PK കുഞ്ഞനന്ദൻ. അക്യൂസ്ഡ് അല്ല, കൺവിക്റ്റ്. ആ കൺവിക്റ്റായിട്ട്, അതായത് ഭരണഘടനാപരമായി കോടതിയിൽ കേസ് വന്ന് വാദപ്രതിവാദം നടത്തി കുറ്റവാളിയെന്ന് കോടതി കണ്ടുപിടിച്ച് ജയിലിലിട്ട കുഞ്ഞനന്ദനെ പാനൂര് ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത കാട്ടാളന്മാരുടെ പാർട്ടിയാണ് CPM. ആ CPMൻ്റെ സർക്കാർ ഇറക്കുന്ന ചില നിയമ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഇവിടെ വന്ന് ഇത് പറയുകയെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു അസംബന്ധമാണിത്. എന്തുകൊണ്ടാണ് കൊടിസുനിയെ ഇങ്ങനെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോട് ജീവിപ്പിക്കുന്നത്? വളരെ ലളിതമല്ലേ? പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് TP ചന്ദ്രശേഖരനെ കൊന്നതെന്ന് A to Z അറിയാവുന്ന ആളാണ് കൊടിസുനി. കൊടിസുനിക്കറിയാം ഏതൊക്കെ ഉന്നത നേതാക്കന്മാരെ ഇതിനകത്തുള്ളതെന്ന്. കൊടിസുനിക്ക് P ജയരാജൻ്റെ റോളിനെ കുറിച്ച് കൊടിസുനിക്കറിയാം. കൊടിസുനിക്ക് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ റോളിനെ കുറിച്ചിട്ടറിയാം. ഈ ഉന്നത നേതാക്കന്മാരുടെ മുഴുവൻ റോളിനെ കുറിച്ച് അറിയാവുന്ന കൊടിസുനി ഇപ്പോൾ തന്നെ അസ്വസ്ഥനാണ്. കാരണം കൊടിസുനിക്ക് 2 ജീവപര്യന്തം കിട്ടിയിരിക്കുകയാണ്. കൊടിസുനി 14 വർഷം അതായത് 10 വർഷം പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇനി 10 വർഷം കൂടെ കൊടിസുനി ജയിലിൽ കിടക്കണം. കൊടിസുനിയെ ജയിലിൽ കിടത്തിയാൽ കൊടിസുനി നാളെ ഒന്ന് വാ തുറന്നാൽ തെറിച്ചു പോകും. പിണറായി വിജയൻ വരെ തെറിച്ചു പോകും. പക്ഷേ ശ്രീ KM ഷാജഹാൻ, ദൃശ്യ ഇതിനകത്തോട്ട് പുറത്തേക്ക് നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അല്ല കാര്യങ്ങൾ. പെരിയ കേസ് നമ്മൾ 2 ദിവസം മുൻപ് ചർച്ച ചെയ്തു. ചൊറിഞ്ഞാൽ മാന്തും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് സൈബർ ക്യാപ്സ്യൂളുകൾ നടക്കുന്നത്. നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പാർട്ടി ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഈ കേസ് അങ്ങനല്ല. ഇതിനെ ഡിഫെൻഡ് ചെയ്യാവുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് പാർട്ടി മാറി. അതായത് ഉള്ളിൽ എന്ത് ആണെങ്കിലും പുറത്ത് അത് ഡിഫെൻഡ് ചെയ്യാതെ മറ്റൊരു നിവൃത്തിയില്ല. അല്ലെങ്കിൽ M ജയചന്ദ്രൻ പറയുന്നില്ല പാർട്ടിക്ക് ഇതിൽ എന്ത് പങ്ക് എന്ന് ചോദിക്കാതെ ഒരു നിവൃത്തിയുമില്ലാത്ത ഒരു ഘട്ടത്തിൽ ഈ 30 ദിവസത്തെ പരോൾ ഈ പറയുന്ന പോലെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ ഒരു കളി കളിക്കാൻ അല്ലെങ്കിൽ അതിനൊരു ചരട് വലിക്കാൻ CPMന് പരസ്യമായിട്ട് കഴിയുമോ? CPM അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM ഈ കൊടിസുനിയെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭരണഘടനാ വിരുദ്ധമായി എത്ര നടപടികളെടുത്തു. ശ്രീമതി K കരമ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. ഇവർ 3 പേരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി 56 പേരെ പുറത്തു വിടാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? അതെങ്ങനെ പുറത്തു വന്നു എന്നും പറഞ്ഞ് ആ പുറത്തു കൊണ്ടുവന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നറിയോ? യഥാർത്ഥത്തിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ 2024 വിധിയിൽ 2 ജീവപര്യന്തം എന്ന് പറഞ്ഞതോടുകൂടി ചങ്കിടിപ്പ് കൂടിയത് P ജയരാജനും പിണറായി വിജയനുമാണ്. കാരണം 10 വർഷം കൂടെ ഇവർ ജയിലിൽ കിടക്കണം. സ്വാഭാവികമായും 10 വർഷം കൂടെ ഇവർ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ പൊട്ടിക്കൽ കൊടിസുനി പൊട്ടിച്ചാൽ ഈ പിണറായി വിജയനും P ജയരാജനും ഒക്കെ പറന്നു പോകും. കാരണം എന്താ? വളരെ ലളിതമല്ലേ? TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പിണറായി വിജയനും P ജയരാജനും അറിയാതെ കഴിയുമോ CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത്? ഒരുപക്ഷെ ജയചന്ദ്രൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കഴിയില്ല എന്ന് പറയും. ജയചന്ദ്രൻ എപ്പോഴും വന്നിട്ട് പാർട്ടി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ പിണറായി വിജയൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി അറിയാതെ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ കഴിയില്ല. P ജയരാജൻ അറിയാതെ കൊല്ലാൻ കഴിയില്ല. കണ്ണൂരിലെ പാർട്ടിയും കോഴിക്കോട് പാർട്ടിയും അറിയാതെ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് ഈ നേതാക്കന്മാരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് TP ചന്ദ്രശേഖരനെ കൊന്നിട്ടുള്ളത്. അതിൻ്റെ അന്തപുര രഹസ്യങ്ങൾ മുഴുവൻ അറിയുന്ന ഭണ്ഡാകാരമാണ്. ആ ടൈമിംഗ് ഇപ്പോൾ ആ അന്തപുര രഹസ്യം പുറത്ത് വരേണ്ട ആവശ്യം ആർക്കാണ്? അത് കോൺഗ്രസ്സുകാർക്കല്ല, അത് BJPക്കാർക്കുമല്ല, അത് ആർക്കാണ് ഇപ്പോഴത് പുറത്ത്? അതാണ് പോയിന്റ്. അതായത് പാർട്ടിയുടെ വളരെ നിർണായകമായിട്ടുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊടിസുനി ഒന്ന് വാ തുറന്നാലുണ്ടല്ലോ കത്തിപ്പോവും ഈ പാർട്ടി സംവിധാനം മൊത്തം. അതുകൊണ്ട് തന്നെ കൊടിസുനി പാർട്ടി മൊത്തം കത്തുമോ അതോ ഒരു ഭാഗം കത്തുമോ? CPMന്റെ നേതൃത്വം മൊത്തം കത്തും. അതുകൊണ്ടാണ് പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ 30 ദിവസത്തേക്ക് കൊടിസുനിക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. അത് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. പിന്നെ പാർട്ടി ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ
പിന്നെ രാഷ്ട്രീയ കൊലപാതകം നടക്കുമെന്നൊക്കെ ജയചന്ദ്രൻ ചോദിക്കുന്നത് കേട്ടു. അതൊക്കെ അബദ്ധമാണ് ജയചന്ദ്ര. എന്താ കാരണം? 2012 TP ചന്ദ്രശേഖരൻ വാദം നടന്ന എപ്പോഴാണ്? TP ചന്ദ്രശേഖരൻ വാദം നടന്നു കഴിഞ്ഞപ്പം ആദ്യം CPM പറഞ്ഞെന്താണ്? നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഞങ്ങൾ കൊലപാതകം നടത്തുമോ എന്നല്ലേ ചോദിച്ചത്. ആ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ് കൊലപാതകം അവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ റുത്ലസ് ആയിട്ടുള്ള പാർട്ടിക്ക് ഇതല്ല ഇതിനപ്പുറം ചെയ്യാം എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. CPMന് ഗോവിന്ദനായാലും വിജയനായാലും ജയരാജനായാലും കൊടിസുനി എന്ന് പറയുന്ന കൊടും ക്രിമിനലിൻ്റെ മുന്നിൽ പഞ്ചപൂച്ച മടക്കി മൂക്ക് മുട്ടിച്ച് നിർത്താൻ കഴിയുള്ളൂ. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അത് ശ്രീ എം ജയചന്ദ്രനിലേക്ക് വരാം. അതിന് മുമ്പ് അഡ്വക്കേറ്റ് ടി അസഫ് അലി, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട്. 12 വർഷമായി ജയിലിൽ കിടക്കുന്ന ഒരാൾ 60 ദിവസം മാത്രമാണ് പരോൾ കിട്ടിയതെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായിട്ട് ഈ തരത്തിൽ ഒരു പരോളിന് അർഹനല്ലേ? മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു, അമ്മയെ കാണണമെന്ന് പറയുന്നു, അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നു. സ്വാഭാവികമായിട്ടും ജയിൽ ചട്ടങ്ങൾ അനുസരിച്ചും ഒരു മാനുഷികാവകാശം അനുസരിച്ചും അങ്ങനെ ഒരു 60 ദിവസത്തെ പരോൾ, കൂടിയ പരോൾ 30 അനുവദിക്കപ്പെടാവുന്നതല്ലേ? ആർക്കാണ് പരോൾ അർഹതമായിരിക്കുന്നത്? പരോളിൽ കഴിയുന്ന ഒരാൾ പരോൾ പീരീഡിൽ ഒരു ക്രൈം ചെയ്ത ഒരു കേസാണിത്. പരോളിൽ കഴിഞ്ഞ അവസരത്തിലും ജയിലിൽ കഴിയുന്ന അവസരത്തിലും ജയിലിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആളുകളെ വിരട്ടി പണം വാങ്ങിയതായിട്ടുള്ള പരാതികളാണ് ഈ തടവുകാരനെതിരെ വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ സംഘവും പരോൾ ഇറങ്ങി നടത്തിയിരിക്കുന്നത് എന്താണ്? വിവാഹത്തിനോ അല്ലെങ്കിൽ അമ്മയെ കാണാനോ രോഗിക്കോ ഒന്നുമല്ല, അവർക്ക് സുഖചികിത്സക്കാണ് കൊടുത്തത്. കേരളം ഒരു ക്രൈം രാജ്യമായി മാറ്റുകയാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഭരണകൂടവും. ഈ TP ചന്ദ്രശേഖരന്റെ കേസ് എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോർ ക്രിമിനൽസ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി നടത്തിയ ഒരു ടെററിസ്റ്റ് അറ്റാക്കാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. കാരണം ഈ സംഭവങ്ങളെല്ലാം കശ്മീരിൽ നടന്നാൽ നമ്മൾ വിളിക്കും ടെററിസ്റ്റ് അറ്റാക്ക്. UAPA നിയമത്തിൽ വാട്ട് ഈസ് ടെററിസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞതാണ് ഈ TP ചന്ദ്രശേഖരനെ 52 വെട്ടിക്കൊന്നത്. ഇത് കശ്മീരിൽ ഉണ്ടാവില്ല. കശ്മീരിൽ നടന്നാൽ അവിടുത്തെ ഭരണകൂടത്തിന്റെ പിന്തുണ ക്രിമിനൽസിനില്ല, ടെററിസ്റ്റിനില്ല. ഇവിടെ കുറ്റകൃത്യം ചെയ്യാൻ ആരംഭത്തിൽ തന്നെ പാർട്ടിയുടെ സപ്പോർട്ട്, ഗവൺമെന്റിന്റെ സപ്പോർട്ട്, ആ ഇൻവെസ്റ്റിഗേഷൻ അട്ടിമറിക്കാൻ ഗവൺമെന്റിന്റെ സപ്പോർട്ട്, വിചാരണയിൽ വളരെ വിലപിടിപ്പുള്ള അഭിഭാഷകന്മാരെ വെച്ച് ഡിഫൻസിലേക്ക് പാർട്ടിയുടെ സപ്പോർട്ട്, ഭരണകക്ഷിയുടെ സപ്പോർട്ട്. അത് കഴിഞ്ഞ് കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടിയുള്ള പരോൾ. ഇത് കേരളം ഒരു ക്രൈം രാജാക്കി മാറ്റുകയാണ് മിസ്റ്റർ പിണറായി വിജയൻ. ഈ തടവുകാർ പുറത്തു വന്നപ്പോൾ ചെയ്ത സംഗതികൾ എന്താണ്? അല്ല, അത് നിയമപരമായിട്ട് പരോൾ അനുവദിക്കാതിരിക്കുന്നതിന് അത് കാരണമാണോ? മറ്റു വിഷയമൊക്കെ രാഷ്ട്രീയ നിയമപരമായിട്ട് ചട്ടപ്രകാരം ഒരു തടവുകാരന്റെ ആന്റിസിഡന്റല്ലേ പ്രധാനമായിട്ടുള്ളത്? ഒരു തടവുകാരന്റെ ആന്റിസിഡന്റ്, അദ്ദേഹം തടവനുഭവിക്കുന്ന കാലത്ത്, ഈ തടവ് ജയിലിൽ കഴിയുന്ന കാലത്ത് അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആളുകളെ വിരട്ടി പണം ഉണ്ടാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഭീകരപ്രവർത്തനം നടത്തുന്നു. അങ്ങനത്തെതാണ് ഒരു കാരണവശാലും അദ്ദേഹത്തിന് തടവിന് ഈ പരോളിന് അർഹതയില്ലാത്തതാണ്. പരോൾ വെച്ചിരിക്കുന്ന ആർക്കാണ്? ഒരാളെ റിഫോം ചെയ്യാനാണ്. അദ്ദേഹം സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു റിഫോർമേറ്റീവ് വ്യൂ ആണ് ഈ പ്രിസൺസ് ആക്ടിലും പ്രിസൺ റൂളിലും വെച്ചിരിക്കുന്ന പരോൾ. ഇവിടെ ഇദ്ദേഹം ബിയോണ്ട് കറക്ഷനാണ്. ഈ കേസ് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന കേസാണ്. കാരണം ഇദ്ദേഹം തടവിൽ കഴിയുന്ന അവസരത്തിലും തടവിൽ നിന്ന് പരോള് കിട്ടി പുറത്തിറങ്ങിയപ്പോൾ നടത്തിയിരിക്കുന്ന ഭീകരകൃത്യങ്ങൾ, സാമ്പത്തിക കുറ്റങ്ങൾ, കള്ളക്കടത്തുകൾ, ആളുകളെ പൊട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞ് പുതിയ കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും അദ്ദേഹം ഈ പരോൾ ലഭിക്കാൻ അർഹതയില്ലാത്ത ഒരാളാണ്. അതായത് മേൽക്കോടതിയിൽ ഇത് ചോദ്യം ചെയ്താൽ നിയമപരമായിട്ട് ഇത് റദ്ദാക്കപ്പെടുമോ? 100%. പിന്നത്തെ സംശയമില്ലാത്ത കാര്യമില്ലേ? ഒരാളുടെ എലിജിബിലിറ്റി ഫോർ പരോൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെ റിഫോം ചെയ്യാനാണ്. അദ്ദേഹം അതിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞാൽ, ഒരാൾ എല്ലാ കാലവും ജയിലിൽ കിടന്ന് അദ്ദേഹം തടവ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം എല്ലാ സൊസൈറ്റിയിലുള്ള ബന്ധം മുഴുവൻ സിവിയർ ചെയ്തു പോകും, വേർപെട്ടു പോകും.
അത് ഇല്ലായ്മ ചെയ്യാതിരിക്കാൻ വേണ്ടി എത്രയോ കേസുകളുണ്ട് സുപ്രീം കോടതിയിൽ തന്നെ വന്നത്. 14-15 കൊല്ലം തടവിൽ കഴിഞ്ഞ നാട്ടിൽ വന്ന് നോക്കുക ആരുമില്ല. അദ്ദേഹം അവരെ എഴുതി കൊടുക്കുന്നു, എനിക്ക് ജയിലിൽ തന്നെ എന്തെങ്കിലും ജോലി തന്നാൽ മതി, നാട്ടിൽ ആരെയും പരിചയമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പരോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ, ഒരു മാക്സിമം ഒരു മാസം. തീർച്ചയായിട്ടും വളരെ നന്ദി അഡ്വക്കേറ്റ് ടി ആസഫ് അലി. ശ്രീ എം ജയചന്ദ്രൻ, നേരത്തെ പറഞ്ഞ ആ കറക്ഷണൽ സെന്ററിന് ഉള്ള റിഫോർമേറ്റീവ് വ്യൂ, അതിൻ്റെ ഉത്തരം നിയമപരമായിട്ട് ഇതാണെന്ന് വിചാരിക്കുന്നു, അതോ താങ്കൾക്ക് ഇനിയും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം? പക്ഷേ ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിൽ CPM ജില്ലാ സമ്മേളനം നടക്കുന്ന സമയം, സംസ്ഥാന സമ്മേളനത്തിൽ തലകൾ മാറുമോ തലകൾ ഉരുളുമോ എന്നൊക്കെ പാർട്ടിക്ക് അകത്തു നിന്നാണ് ചോദിക്കുന്നത്. പുറത്തു നിൽക്കുന്നവരുടെ ഒന്നും ചോദ്യം അവർക്കൊന്നും അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു മാറ്റമൊക്കെ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ കാറ്റ് വീശുന്ന സമയത്ത് തന്നെ കൊടിസുനി പുറത്തിറങ്ങിയതിന് പിന്നിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അജണ്ടയൊക്കെ സംശയിച്ചു പോയാൽ അതെങ്ങനെ കുറ്റപ്പെടുത്താനാകും? ഇവിടെ ആങ്കർ ഉൾപ്പെടെ പാനലിസ്റ്റുകളും ഒന്നിലേറെ തവണ എന്നെ മിസ്കോട്ട് ചെയ്തിട്ടുണ്ട്. അതാദ്യം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ അപർണ അടുത്ത് ചോദിച്ചപ്പോഴും CPM ഇത്തരം ഒരു കേസിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് CPM ഇത്തരം ഒരു കേസിൽ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ സമർത്ഥിക്കാൻ ശ്രമിച്ചു, എന്നാക്കി മാറ്റി. പിന്നെ ഞാൻ CPM-ന് വേണ്ടി എന്തോ വർത്തമാനം പറയാൻ വന്നിരിക്കുന്നു എന്ന നിലയിലാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയും ശ്രീ KM ഷാജഹാനും ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പണി ഇതൊന്നും അല്ല എന്ന് ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്തിട്ടുള്ള ആളാണല്ലോ ഷാജഹാനും, പല ചാനലുകളിലും. ഇവിടെ നിങ്ങൾ ഒരുപാട് രാഷ്ട്രീയം പറഞ്ഞു. CPM-ന്റെ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം, TP വധക്കേസ്, ഇതൊക്കെ അനൂപും പറഞ്ഞു. ഞാൻ അത്തരം രാഷ്ട്രീയം പറയാനല്ല, ഈ ചർച്ചയല്ല ഒരു ചർച്ചയിലും ഞാൻ രാഷ്ട്രീയം പറയാനിരിക്കുന്ന ആളുമല്ല. ചർച്ചയ്ക്ക് എന്ത് വിഷയത്തിലാണ് എന്നെ വിളിക്കുന്നത്, ഞാൻ ആ വിഷയത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെയും എന്നെ വിളിച്ചത് ഈ കൊടിസുനിക്ക് ജാമ്യം കിട്ടിയ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ആ വിഷയമാണ് തുടക്കം മുതൽ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും ഞാൻ അതേ പറയൂ. നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തിന് മറുപടി പറയാൻ അറിയാത്ത ആളൊന്നുമല്ല ഞാൻ എന്നെങ്കിലും ദയവായി വിചാരിക്കുക. പക്ഷേ എൻ്റെ രീതിയും ശീലവും അതല്ലാത്തത് കൊണ്ട് ഞാൻ അത്തരം രാഷ്ട്രീയമായ ഒരു വിമർശനങ്ങൾക്കും ഒരു തീരെ ചെറിയ പ്രതികരണം പോലും എന്നിൽ നിന്നുണ്ടാവുകയുമില്ല. എൻ്റെ പണിയല്ലാതെ നിങ്ങൾ അത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് നടത്തണമെങ്കിൽ നിങ്ങളത് തുടർന്നുകൊള്ളുക. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യവുമല്ല. ഞാൻ ഈ കൊടിസുനിയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം സംസാരിക്കാനാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപർണയുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോ പ്രോസിക്യൂഷൻ DG ആയിരുന്ന ആളാണല്ലോ ബഹുമാനപ്പെട്ട ശ്രീ ആസഫ് അലി. അദ്ദേഹം അടക്കം എന്താണ് പറയുന്നത്? ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുന്നുള്ളൂ. വിക്ടിം സൈഡ് നോക്കിയിട്ടല്ല പരോൾ നിശ്ചയിക്കുന്നത്. അതെങ്കിലും ബഹുമാനപ്പെട്ട ആസിഫ് അലി അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പരോളിൻ്റെതായിട്ടുള്ള വ്യവസ്ഥയുണ്ട്, അതിന് നിയമമുണ്ട്, ആക്ടും റൂളും ഉണ്ട്. ആ ആക്ടും റൂളും അനുസരിച്ച് മാത്രമേ പരോള് നിശ്ചയിക്കപ്പെടൂ. അതല്ലാതെ CPM-ന് വേണ്ടി വാടക കൊണ്ടായ ആളാണ്, അതുകൊണ്ട് അയാൾക്ക് പരോളിന് അർഹതയില്ല എന്നുള്ള നിലയിലല്ല ആക്ടും റൂളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതെങ്കിലും ആദ്യം ആസഫ് അലിയെ പോലുള്ള ആൾക്കാർക്ക് അത് വളരെ വേഗം മനസ്സിലാവുന്ന സംഗതിയാണ്. ഷാജഹാൻ പക്ഷേ രാഷ്ട്രീയം വരുമ്പോഴേക്കും അങ്ങനെയല്ലല്ലോ പറയുക. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും അത് എടുത്തു പറയുന്നത്. ഞാൻ രാഷ്ട്രീയം പറയാനല്ല, കക്ഷി രാഷ്ട്രീയം പറയാനല്ല. അയാളുടെ കൊടിസുനി ഇപ്പോ ഈ തവനൂരാണല്ലോ എത്തി നിൽക്കുന്നത്. വിയ്യൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് തവനൂര്, അങ്ങനെയാണല്ലോ യാത്രകൾ. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നതുമാണ്. അതൊന്നും ഈ ചർച്ചയിൽ എടുക്കേണ്ട കാര്യവുമല്ല, അതിനുള്ള സമയവുമില്ല. അപ്പോ അയാൾക്ക് ഈ പറയുന്ന 12 വർഷ കാലയളവിനുള്ളിൽ 60 ദിവസമാണ് പരോള് കിട്ടിയത്. അയാൾക്ക് അതിൽ കൂടുതൽ എല്ലാ തടവുകാരെയും പോലെ പരോൾ കിട്ടാൻ അർഹതയുണ്ട് എന്ന് അയാളുടെ അമ്മ പറയുന്നു. അതും ഒരു കാരണമാണ്. അമ്മ അപേക്ഷിച്ചുകൊണ്ട് മാത്രമാണ് കൊടിസുനി പരോളിൽ ഇറങ്ങിയത് എന്ന് വിശ്വസിക്കുന്ന ആളെ അല്ല ഞാൻ. അത് നിയമാനുസൃതം കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അതിപ്പോ മേൽക്കോടതിയിൽ പോയാൽ റദ്ദാക്കപ്പെടും എന്ന് ബഹുമാനപ്പെട്ട മുൻ DG പറഞ്ഞ പ്രോസിക്യൂഷൻ DG പറഞ്ഞല്ലോ. അതങ്ങനെ ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട MLA KK രമയും പറഞ്ഞു. അതൊക്കെ ചെയ്തോട്ടെ, അതൊക്കെ അവരുടേതായ കാര്യങ്ങൾ, അവർക്ക് ഏർപ്പെടാനുള്ള എല്ലാ അവകാശങ്ങളുള്ള നാടല്ലേ നമ്മളുടെ രാജ്യം. അതിലൊന്നും തെറ്റുമില്ല, അതൊക്കെ ശരിയുമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ. ആ അർത്ഥത്തിലാണ് കൊടിസുനിക്ക് അർഹതയുള്ള ജാമ്യം, കൊടിസുനി എന്നല്ല ഏത് തടവുകാരനും അർഹതയുള്ള പരോൾ, ജാമ്യമല്ല, ക്ഷമിക്കണം, പരോൾ എന്ന അവധി,
ആ അവധിയാണ് അനുവദിച്ചിട്ടുള്ളത്. അതാണ് 30 ദിവസം എന്നുള്ളത്. അത് നിയമാനുസൃതമാണ്. അയാൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ 60 ദിവസം അല്ലാതെ കിട്ടിയിട്ടില്ല. ഒരാൾക്ക് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചല്ലോ, 60 ദിവസം വരെ കിട്ടാനുള്ള അർഹത ഉണ്ട് സാധാരണ സാഹചര്യങ്ങളിൽ. പിന്നെ അതടക്കം പരിഗണിച്ചിട്ടാണ് ജയിൽ DGP ഈ തരത്തിലുള്ള പിന്നെ പരോൾ കൊടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. ഞാൻ അതാണ് പിന്നെ എൻ്റെ ബോധ്യവും അത് തന്നെയാണ്. അതല്ലാതെ അതിന് എന്തെങ്കിലും പിന്നെ CPM-ന്റെ എന്താണ് ആയതുകൊണ്ട് കൊടുസിനിക്ക് ജാമ്യം കൊടുത്തില്ലെങ്കിൽ CPM സമ്മേളനങ്ങളിൽ ഇയാൾ അങ്ങ് പുകച്ചു കളയും. പിണറായി വിജയനും ബാക്കിയുള്ള ആൾക്കാരും ഇതിലൊന്നും ഉണ്ടാവില്ല. ഓ തീർച്ചയായിട്ടും പറയൂ സർ. പ്രശ്നം ഇതിനകത്തുള്ളൂ. ഇതിനകത്ത് ഉള്ള അബദ്ധം, അങ്ങ് പറയുന്നതിലുള്ള പച്ചപരമാർത്ഥം അബദ്ധം എന്ന് പറയുന്നത്, ഈ പ്രതിയുടെ മുൻകാല ചരിത്രം, ഈ പ്രതി പുറത്തു പോയാലുണ്ടാകുന്ന പ്രശ്നം, ഈ പ്രതി ജയിലിലകത്തിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടേ പരോൾ കൊടുക്കൂ എന്നുള്ള അടിസ്ഥാന തത്വമാണ് മുൻ DGP ആയിട്ടുള്ള അസഫ് അലിയും MLA ആയിട്ടുള്ള KK രമയും ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായിട്ടുള്ള ഞാനും പറഞ്ഞത്. ഞങ്ങൾ മൂന്നുപേരും പറഞ്ഞത് എന്താ, ഇയാൾ ജയിലിനകത്തിരുന്നപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇയാൾ ജയിലിൽ നിന്ന് പരോളിൽ പോയപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആൻറ്റിസിഡൻസ് നോക്കിക്കൊണ്ടേ ഇയാൾക്ക് പരോൾ കൊടുക്കൂ എന്നുള്ളത് കൊണ്ടാണ് പ്രൊബേഷൻ ഓഫീസറുടെ ഉൾപ്പെടെ റിപ്പോർട്ടും ഇയാൾക്കെതിരായി വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും സമയമെടുക്കുന്നില്ല. താങ്കൾ പറഞ്ഞതിലുള്ള അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ചെയ്യുമെന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. കാരണം ഇയാളെ ജയിലിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞാൽ അത് സമൂഹത്തിന് വലിയ പ്രശ്നമാണ്. ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ ഒരുപാട് കുറ്റങ്ങളും കുഴപ്പങ്ങളും ചെയ്തിട്ടുണ്ട്. ഇയാൾ ജയിലിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ DGP പറഞ്ഞ പോലെ പുറമേയുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇയാൾക്ക് പരോൾ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് DGP എന്നൊക്കെ പറഞ്ഞ ആൾക്ക് പതിറ്റാണ്ട് കാലത്തെ അനുഭവ പാരമ്പര്യം ഇതിനകത്തുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ എന്താ പറഞ്ഞത്? അയാൾ കോമൺ സെൻസാണ് പറഞ്ഞത്. അയാൾ പറഞ്ഞത് ആൻറ്റിസിഡൻസ് ഏറ്റവും പ്രധാനമാണ്. ഒരു പ്രതിക്ക്, ഒരു കുറ്റവാളിക്ക് പരോൾ കൊടുക്കുമ്പോൾ അതിലേറ്റവും പ്രധാനം അയാളുടെ ആൻറ്റിസിഡൻസ് ആണ്. ഈ ആൻറ്റിസിഡൻസ് തീർന്നു. ആ ആൻറ്റിസിഡൻസ് മുഴുവൻ അയാൾക്ക് പരോൾ കൊടുക്കുന്നതിനെതിരാണ്. ആ കാർഡ് കാണാതെ മിസ്സിംഗ് ദ വുഡ് ഫോർ ദ ട്രീസ് എന്ന് പറയുന്നത് അബദ്ധമാണ് എന്ന് മാത്രമേ ഞാൻ തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള, ഞാൻ തിരിച്ചു വരാം. ഒരേ സെക്കൻഡ് ശ്രീ M ജയചന്ദ്രൻ, ഇപ്പൊ തിരിച്ചു വരാം. ഒരു ടൈം ബാൻഡ് ബ്രേക്ക് പെട്ടെന്ന് വരാം. സ്ത്രീധന M ജയചന്ദ്രനിലേക്ക് മറുപടിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് വിയാറാനുമ്പ് വളരെ ചുരുങ്ങിയ വാക്കുകൾ ചോദിച്ചോട്ടെ. രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത്. ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് കളമൊരുങ്ങുന്നു. ഇതിന്റെ അജണ്ട എന്താണ് അറിയുകയില്ല എന്ന് KK രമ പറയുന്നിടത്ത് കോൺഗ്രസ് വായിക്കുന്ന ആ രാഷ്ട്രീയ ചിത്രം എന്താണ്? CPM ജില്ലാ സമ്മേളനവുമായി കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ടോ നിങ്ങൾ? തീർച്ചയായും. അതിനു മുൻപ് ഇവിടെ ബഹുമാനായ ജയചന്ദ്രൻ പറയുന്നത് അദ്ദേഹം CPM-നെ ന്യായീകരിക്കുന്നില്ല എന്നാണ്. അദ്ദേഹം എന്തുകൊണ്ടാണെങ്കിലും അത് നല്ലതാണ്. ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അദ്ദേഹത്തിൽ നിന്ന് ന്യായീകരിക്കുന്നതിന് പരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോണ്ടാവും അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ തെറ്റിദ്ധാരണ. ന്യായീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ന്യായീകരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു സത്യസന്ധതയുണ്ട്. അദ്ദേഹം ന്യായീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊടി സുനിക്ക് അനുവദിക്കപ്പെട്ട പരോൾ തികച്ചും നിയമാനുസൃതമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പരോളിന് അർഹതയുണ്ട്. അത് സത്യമാണ്. എങ്ങനെ ജയിലിൽ കിടക്കുന്ന ആൾക്ക് എന്നുള്ളതാണ് ചോദ്യം. ജയിലിൽ കിടക്കുമ്പോൾ ജയിൽ നിയമങ്ങൾ പരിപൂർണമായി അനുസരിക്കുന്ന, പരോളിൽ പോകുമ്പോൾ അത് അനുസരിക്കുന്ന ഒരാൾക്കാണ് ഇതിന് അർഹത. ഇത് ജയിലിലായാലും പുറത്തായാലും ഇതിനെയൊക്കെ തീർത്ത് ലംഘിച്ചുകൊണ്ട് വീണ്ടും കുറ്റകൃത്യങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്ന ലോക്കൽ പോലീസ് അനുമതി കൊടുത്ത ഒരാൾക്ക് എങ്ങനെ അനധികൃതമായി പരോൾ അനുവദിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഇത് ഒന്നുകിൽ ഇത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അറിയാത്തതായി ഭാവിക്കുകയാണ്. അല്ലാതെ
ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പരോൾ അനുവദിക്കാൻ കഴിയില്ലേ, അത് നിയമാനുസൃതമല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഇവിടെ ജയിലിൽ കിടക്കുന്ന കൊടി സുനിക്ക് അദ്ദേഹത്തിന്റെ മുൻകാല ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ അത് അവകാശപ്പെടാൻ അർഹതയില്ല എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ എന്നെ സംബന്ധിച്ച് ഒരു സാമാന്യ ബുദ്ധിയുള്ളത് കേൾക്കുന്ന ആരെയും സംബന്ധിച്ച് ഇവിടെ പരോൾ കൊടി സുനിക്ക് അനുവദിക്കപ്പെട്ടത് നിയമാനുസൃതമാണോ അല്ലയോ എന്നുള്ള ചർച്ച പോലെ അപ്രസക്തമാണ്. കാര്യങ്ങൾ അത്രമേൽ സുവ്യക്തമാണ്. ഈ കൊടി സുനിയുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടി സുനിയെ പോലൊരാൾക്ക് പരോളിന് അർഹതയില്ലാത്തത് വ്യക്തമാണ്. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ കൊടി സുനിമാർക്ക് ഇവിടെ പരോൾ അനുവദിക്കപ്പെടുന്നത് CPM ഇത്തരം ക്രിമിനലുകളും തമ്മിലുള്ള അൺഹോളി അലയൻസ് ആണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ രാഷ്ട്രീയ പ്രശ്നം. CPM-നെ സംബന്ധിച്ച് CPM-ന്റെ പൾസർ സുനിയാണ് കൊടി സുനി എന്ന് പറയുന്നത്. ഈ കുറ്റകൃത്യം നടപ്പിലാക്കാൻ ഈ കുറ്റകൃത്യം CPM തീരുമാനിക്കുകയും അത് CPM-ന് വേണ്ടി നടപ്പിലാക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയുടെ പേരാണ് കൊടി സുനി. മറുപടി CPM-ന്റെ പൾസർ സുനിയാണ് കൊടി സുനി എന്ന് ജസ്റ്റ് മറുപടി ചുരുങ്ങിയ വാക്കുകൾ പ്ലീസ്. അല്ല, പിന്നെ ശ്രീ KM ഷാജഹാൻ പറഞ്ഞതുപോലെ ഞാൻ മണ്ടത്തരമാണ് പറയുന്നതെന്നാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചത്. അദ്ദേഹം എന്നെ മണ്ടനായിട്ട് കാണുന്നത് കൊണ്ടോ മിടുക്കനായിട്ട് കാണുന്നതോ എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെ കണ്ടാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, അത്രേ ഉള്ളൂ. പിന്നെ പ്രശ്നം അതല്ല. ഈ പിന്നെ പ്രോസിക്യൂഷൻ മുൻ DG പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പിന്നെയും കോട്ട് ചെയ്ത് പറയുന്നത്. ഒറ്റ കാര്യമുള്ളൂ ഇവിടെ. പിന്നെ തവനൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം എന്നാണ് അതിന്റെ മുഴുവൻ പേര്. അതിൽ 25/9/2024 പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ സിറ്റിംഗ് നടക്കുന്നുണ്ട്. ആ സിറ്റിങ്ങിൽ കുറെ കാര്യങ്ങൾ അവിടെ വരുന്നുമുണ്ട്. അപ്പോൾ ജയിൽ സൂപ്രണ്ട് കൊടുത്തിട്ടുള്ള ഇതിൽ പറയുന്നു, തവനൂർ ജയിലിൽ പ്രവേശിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെ പിന്നെ കൊടി സുനി പരോളിന് അപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് തവനൂർ ജയിലിൽ പ്രവേശിക്കപ്പെട്ടത് എന്നുള്ളതൊന്നും രഹസ്യമായിട്ട് വെക്കാൻ കഴിയില്ല. നിങ്ങൾ അന്വേഷിച്ചോളുക. പിന്നെ അത് ഞാൻ വേറൊരു തരത്തിൽ മന്ത്രാണല്ലോ, ഞാൻ അതിലേക്ക് കടക്കുന്ന പറയുന്നില്ല. അപ്പോ പിന്നെ മുൻകാല ചെയ്തികൾ നോക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ തവനൂർ വന്നതിന് ശേഷം അയാൾ ഒരിക്കൽ പോലും ഇത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതോടെ പരോൾ കൊടുക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് പിന്നെ അനൂപെ, എനിക്ക് താങ്കളെ എന്ത് ബോധ്യപ്പെടുത്താനാണുള്ളത്? ഞാൻ CPM-ന്റെ കാര്യം സംസാരിക്കാനല്ല വന്നിരിക്കുന്നത് വസ്തുതാപരമായിട്ടാണ്. CPM എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എല്ലാ ചർച്ചകളും എന്നോട് ക്ഷമിക്കണം, സമയപരിമിതി ഒരു പ്രശ്നമായതുകൊണ്ട് എനിക്ക് വീണ്ടും കടക്കാൻ 1 മണിക്കൂർ നമ്മൾ പരിപൂർണമാകുന്നു. ഏതായാലും നിയമമെല്ലാം തെറ്റിച്ചുകൊണ്ട് പരോൾ കൊടുത്തതാണോ വിഷയം, അതോ ആ കൊടുത്ത പരോൾ എന്തിനു കൊടുത്തു എന്നുള്ളതിന്റെ പിറകിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നുള്ളതാണോ വിഷയം എന്നൊക്കെ അതിനകത്തുണ്ട്. ഏതായാലും അങ്ങനെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് കളമൊരുങ്ങുന്നുണ്ടോ എന്നുള്ളതൊരു കോൺസ്പിറസി തിയറിയാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും അങ്ങനെ ആരോപിച്ചുകൊണ്ട് കോടതിയിലേക്ക് കടക്കും എന്ന് പോലും പറഞ്ഞിരിക്കുന്നത് KK രമ അടക്കമുള്ളവരാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് രാഷ്ട്രീയ കേരളം ഏതായാലും പ്രാർത്ഥിക്കും. വളരെയധികം നന്ദി. KM ഷാജഹാൻ, M ജയചന്ദ്രനൊപ്പം VR അനുപ്, ഒപ്പം T അസഫ് അലി, KK രമ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന് നമസ്കാരം.